ഹലോ കുട്ടികളെ, കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടത്തിന് സുഖമല്ലേ? പണ്ട് കാലത്ത് പ്രായമായ ആളുകൾ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചു കൊച്ചു കഥകളിലൂടെയായിരുന്നു. കാട്ടിയത് കൊണ്ട് കാര്യമില്ലെന്നും ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമേ നല്ല വിജയം കൈവരുകയുള്ളൂ എന്നും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് കാക്കകൾ ഏകാദശി നോറ്റ കഥ പറയാറുണ്ട് സാധാരണ. ആ കഥ ഇതുവരെ കേൾക്കാത്തവർക്ക് വേണ്ടി ഇന്ന് കഥ മുത്തശ്ശി ആ കഥ പറഞ്ഞു തരാം. പണ്ട് ഒരു ഗ്രാമത്തിൽ അടുത്തടുത്തുള്ള രണ്ട് മരക്കൊമ്പുകളിലായിട്ട് രണ്ട് കാക്കകൾ കൂടുകെട്ടി ജീവിച്ചിരുന്നു. അതിലൊരു കാക്കയ്ക്ക് പെട്ടെന്ന് ഏകാദശി നോയമ്പ് നോക്കണമെന്ന് ഒരു ആഗ്രഹം വന്നു. ഈ മനുഷ്യന്മാരൊക്കെ ഏകാദശി നോയമ്പ് നോക്കുന്നതും അമ്പലത്തിൽ പോയി തൊഴുകുന്നതും എല്ലാം ആ കാക്ക സ്ഥിരം കാണാറുണ്ടായിരുന്നു. അത് കണ്ട് ആ കാക്കയ്ക്കും ഒരാഗ്രഹം വന്നു, ഒരു ദിവസം ഏകാദശി നോയമ്പ് നോക്കണമെന്ന്. പിറ്റേന്ന് രാവിലെ തന്നെ ആ കാക്ക നേരത്തെ എഴുന്നേറ്റ് അടുത്തുള്ള ഒരു അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ആ അമ്പലത്തിൽ കൂടി വട്ടമിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവാനെയൊക്കെ തൊഴുത് വേഗം ആ കാക്ക തിരിച്ച് തൻ്റെ കൂട്ടിൽ വന്നിരുന്നു. ഇപ്പം മനുഷ്യന്മാരൊന്നും ഏകാദശി നോക്കുന്നവരൊന്നും ഒന്നും കഴിക്കില്ല, അന്നത്തെ പകൽ സമയം മുഴുവൻ ആ കാക്കയ്ക്ക് അറിയായിരുന്നു. അപ്പം അതുപോലെ ആ കാക്കയും അന്നത്തെ ദിവസം മുഴുവൻ ജലപാനം പോലും ഇല്ലാതെ ഇരിക്കാൻ തീരുമാനിച്ചു. നോയമ്പൊന്നും നോറ്റ് ശീലം ഇല്ലാതിരുന്നുകൊണ്ട് കാക്കയ്ക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വല്ലാണ്ട് വയ്യാണ്ടായി കേട്ടോ. കാക്കയുടെ ദേഹമൊക്കെ തളർന്നു, തൊണ്ടയൊക്കെ വറ്റി വരണ്ടു. എന്നാലും ഒരു കണക്കിന് ആ കാക്ക വൈകുന്നേരം വരെ പിടിച്ചു നിന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും എന്തെങ്കിലും പഴങ്ങൾ കഴിച്ചിട്ട് വേണം നോയമ്പ് നിർത്താനല്ലേ, അതൊക്കെ അറിയായിരുന്നു കേട്ടോ ആ കാക്കയ്ക്ക്. അപ്പം കാക്ക വൈകുന്നേരം ആയപ്പോൾ നോയമ്പ് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും പഴം കിട്ടുമോ എന്നറിയാൻ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നു നോക്കി. അപ്പോഴാണ് വേലിയിലിങ്ങനെ പടർന്നു കിടക്കണ ചെടിയിലൊരു മുള്ളും പഴം കിടക്കണത് ആ കാക്കയുടെ കണ്ണിൽപ്പെട്ടത്. കാക്ക വേഗം ആ മുള്ളും പഴവും കൊത്തിയെടുത്തുകൊണ്ട് വേഗം പറക്കാൻ തുടങ്ങി. അപ്പം അതെവിടെയെങ്കിലും വെച്ച് കഴിക്കണം, കാരണം പതുക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പം അത് വേഗം കഴിക്കണമല്ലോ. അവിടെ അടുത്ത് തന്നെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വാഴ കണ്ടു. കാക്ക വേഗം ആ പഴവും കൊണ്ട് ആ വാഴക്കയ്യുമ്മേൽ പറന്നു ചെന്നിരുന്നു. കാക്ക വന്നിരുന്നപ്പോൾ കാക്കയുടെ ഭാരം താങ്ങാൻ വയ്യാതെ ആ ചെറിയ വാഴക്കയ്യ് താഴേക്ക് ഒടിഞ്ഞു. കാക്ക തൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന ആ പഴം വാഴക്കയ്യുമ്മ വെച്ച് കൊത്തി തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ആ വാഴക്കൈ ഒടിഞ്ഞത്. അപ്പോൾ കാക്കയുടെ ആ പഴം ആ പൊട്ട കിണറ്റിലേക്ക് അങ്ങോട്ട് പ്ലും എന്ന് പറഞ്ഞ് വീണു. കാക്കയ്ക്ക് സങ്കടമായി കേട്ടോ. സന്ധ്യ ആവാറായി, വേഗം നൊയമ്പ് അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പം ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി വേറെ എന്തെങ്കിലും പഴം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സമയമില്ല. ഇരുട്ടായാൽ പിന്നെ കണ്ണൊന്നും കാണാൻ പറ്റാണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പഴം തന്നെ ആ കിണറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ചു കാക്ക. അതൊരു പൊട്ടക്കിണറായിരുന്നു കേട്ടോ, അതിലങ്ങനെ കുറേ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. മുള്ളുമൊക്കെ നിറഞ്ഞ ആ പൊട്ടക്കിണറ്റിൽ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു കാക്ക. കിണറ്റിൻ്റെ അടിയിലേക്ക് താണ് പറന്നു. അവിടെയൊക്കെ നല്ല ഇരുട്ടാണ്, കാക്കയ്ക്ക് ഒന്നും കാണാൻ പറ്റണില്ല കേട്ടോ. എന്തായാലും ഇവിടേക്ക് ഒന്ന് പരതി നോക്കാമെന്ന് വിചാരിച്ച് കാക്ക വേഗം തൻ്റെ കാലുകൊണ്ടൊന്ന് അവിടെ നിന്ന് പരതി നോക്കി. അതാ കാലുകൊണ്ട് തപ്പി നോക്കി ആ കാക്കയുടെ രണ്ട് കാലുമേയും ഓരോ സ്വർണ്ണത്തളവ് കിട്ടി. കാക്ക അത് കഴിഞ്ഞ് കൊക്കോണ്ട് ഇങ്ങനെ തപ്പി നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം വേഗം നല്ലൊരു സ്വർണ്ണ മൂക്കുത്തി കിട്ടി കാക്കയ്ക്ക്. അത് കഴിഞ്ഞ് കഴുത്തോണ്ട് തപ്പി നോക്കിയപ്പോഴോ കഴുത്തിലേക്ക് നല്ലൊരു മാലയും കിട്ടി. പഴം കിട്ടിയില്ല കേട്ടോ. അപ്പം അവിടെ കിടന്നൊന്ന് തപ്പി നോക്കാമെന്ന് വിചാരിച്ച് കാക്ക അവിടെ കിടന്നൊന്ന് അങ്ങോട്ട് തപ്പി നോക്കി. അപ്പം അതാ നല്ലൊരു സ്വർണ്ണ അരഞ്ഞാണവും കിട്ടി കാക്കയ്ക്ക്. അതോടുകൂടി ആ മുള്ളമ്പഴവും കാക്കയ്ക്ക് തിരിച്ചു കിട്ടി. സന്തോഷത്തോടെ ആ കാക്ക കിണറ്റിൽ നിന്ന് പറന്ന് പൊങ്ങി വന്ന് ആ പഴവും തിന്ന് തൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു പോയി. നല്ല മാലയും മൂക്കുത്തിയും ഞാണവും ഒക്കെ ഇട്ട് പറന്ന് നടക്കണ ആ കാക്കയെ കണ്ടപ്പോൾ മറ്റേ കാക്കയ്ക്ക് അസൂയായി കേട്ടോ. ആ കാക്ക വേഗം വന്ന് ഈ കാക്കയോട് ചോദിച്ചു, എങ്ങനെയാ കിട്ടിയത് നിനക്കിതൊക്കെ?
മറ്റേ കാക്ക നല്ലൊരു കാക്കയായിരുന്നുകൊണ്ട് ഉണ്ടായ കഥകളൊക്കെ ശരിക്ക് ഈ കാക്കയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ അറിഞ്ഞപ്പോൾ ആ കാക്കയ്ക്കും അതുപോലെ എങ്ങനെയെങ്കിലും തളയും മാലയും ഒക്കെ വേണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പം അതിനു വേണ്ടി ഏകാദശി നോക്കാൻ മറ്റേ കാക്കയും തീരുമാനിച്ചു. പിറ്റേ ദിവസം ആ കാക്കയും ഏകാദശി നോക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആ കാക്കയ്ക്ക് വിശന്നിരിക്കാനൊന്നും വയ്യായിരുന്നു കേട്ടോ. ആ കാക്ക എന്ത് ചെയ്തു? വിശന്നപ്പോൾ വേഗം പോയി കണ്ടതെല്ലാം കൊത്തി തിന്നാൻ തുടങ്ങി. ഏകാദശി ഒന്നും നോറ്റില്ലെങ്കിലും വൈകുന്നേരമായപ്പോഴേക്കും മറ്റേ കാക്ക ചെയ്തതുപോലെ എല്ലാം ചെയ്യാൻ ഈ കാക്കയും തീരുമാനിച്ചു. കാക്ക മുള്ളും പഴവും നോക്കി കുറേ അലഞ്ഞു തിരിഞ്ഞു കേട്ടോ. ഒടുവിൽ ഒരു മുള്ളും പഴം കിട്ടിയപ്പോൾ അതും കൊണ്ട് ആ പൊട്ടക്കിണറ്റിൻ്റെ അടുത്തുള്ള വാഴക്കയ്യുമ വന്നിരുന്നു. എന്നാൽ ഇത്തവണ ഈ കാക്ക വന്നിരുന്നപ്പോൾ ആ വാഴക്കൈ ഒന്നും ഒടിഞ്ഞില്ല കേട്ടോ. കാക്കയ്ക്ക് ദേഷ്യം വന്നു. കാക്ക എന്ത് ചെയ്തു? ആ വാഴക്കൈ അങ്ങോട്ട് കൊത്തി കൊത്തി ഒടിച്ചു. എന്നിട്ടോ ആ മുള്ളും പഴം എടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് വേഗം കിണറ്റിലേക്ക് പറന്നിറങ്ങി വേഗം അത് മുള്ളും പഴം തപ്പാൻ വേണ്ടി കാലുകൊണ്ട് ഇങ്ങനെ തപ്പാൻ തുടങ്ങി. മറ്റേ കാക്കയുടെ പോലെ ഇപ്പോൾ ശരീരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടുന്നുള്ള ധാരണയായിരുന്നു ഈ കാക്കയ്ക്ക്. പക്ഷെ എന്താ ഉണ്ടായതെന്നറിയോ? കാലുകൊണ്ട് തപ്പിയപ്പോൾ ഒരു വലിയ വിഷപ്പാമ്പ് വന്നങ്ങോട്ട് കൊത്തി. കൊക്കുകൊണ്ട് തപ്പിയപ്പോഴോ കൊക്കൊക്കെ ഒടിഞ്ഞ് ചോര വരാൻ തുടങ്ങി. കഴുത്തുകൊണ്ട് തപ്പിയപ്പോഴോ കഴുത്തിൽ മുഴുവൻ മുള്ളു തറച്ചു. ഇനി ഒരു സ്വർണ്ണാരഞ്ഞാണെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ അരകൊണ്ട് കൂടി ഒന്ന് തപ്പാമെന്ന് വിചാരിച്ച് അരകൊണ്ട് തപ്പിയപ്പോഴോ മേല് മുഴുവൻ കുപ്പിച്ചില്ല് കൊണ്ട് കയറി. ഇല്ലാത്ത വേദനയോടെ ആ കാക്ക അലറി വിളിക്കാൻ തുടങ്ങി. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ കേൾക്കാൻ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ കാക്ക അവിടെ തന്നെ കിടന്ന് ചത്തു. അങ്ങനെയൊരു കഥ. ഈ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമായോ? മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാം.